വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പകുതി തേങ്ങ തിരികെടുത്തത്, 2 തക്കാളി, 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നാരങ്ങ വലുപ്പത്തിൽ പുളി, കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2-3 ചെറിയ കഷ്ണം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് 2-3 പീസ് അരിഞ്ഞിടാം. ഇത്രയും ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കരിഞ്ഞു പോവാത്ത രീതിയിൽ ആദ്യം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. സ്പൂണ് നിറച്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് കരിഞ്ഞു പോവാത്ത രീതിയിൽ ഇതൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. വറുത്തെടുത്തത് തണുക്കാനായിട്ട് ഒരല്പസമയം മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പിലേക്ക് പുളിവെള്ളവും ഉപ്പും കറിവേപ്പിലയും 2 തക്കാളി അരിഞ്ഞത്, 3-4 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ അരപ്പ് ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ചതിന് ശേഷമാണ് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുന്നത്. ചെമ്മീന് വേവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഒരുപാട് സമയം അതിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയാവും. ഈ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെമ്മീൻ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, തക്കാളി എല്ലാം ചേർത്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും ചേർത്ത് അരപ്പിലേക്ക് തക്കാളി, കറിവേപ്പില, പച്ചമുളകും ചേർക്കാം. നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ചെമ്മീൻ വെന്ത് കിട്ടും. ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആവും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം.